മേഡത്തിനല്ലെങ്കിലും എവിടെയൊക്കെ ബന്ധം? UAE, USA? അതൊക്കെ എന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കി തന്ന ബന്ധങ്ങളാ. അല്ലെങ്കിൽ കോടീശ്വരന്മാരായ ബിസിനസ്സുകാർ മാത്രം പങ്കെടുക്കുന്ന ഈ ഫംഗ്ഷനിലേക്ക് ആരെങ്കിലും എന്നെ ഇൻവൈറ്റ് ചെയ്യോ? മേഡത്തിന്റെ പ്രശസ്തി അതൊന്നുമല്ല. പൊളിറ്റിക്സിലെ ദ്രോണാചാര്യര പ്രതാപവർമ്മ. അയാൾ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞപ്പോ മരുമകൾ അയാളെ കൈപിടിച്ച് ഉയർത്തിയില്ലേ? ഇവള് മാത്രമല്ല, ഇതിനകത്ത് മൊത്തം തള്ളുകാരാ. എന്റെ ഹസ്ബൻഡിന്റെ വല്യമ്മാവനാ പ്രതാപവർമ്മ. അയാളെ സഹായിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോ ഞാൻ സഹായിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും തകർന്നുപോയ ഫാമിലിയെ മാഡം കൈപിടിച്ച് ഉയർത്തുന്ന ആരും കരുതിയില്ല. അയാൾ എന്റെ അച്ഛന്റെ നമ്പർ 1 ശത്രുവാ. എന്നിട്ട് പോലും ഞാനതൊന്നും ഓർത്തില്ല. പരോപകാരം എന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാ. മാഡം ആ വീട് വിൽക്കാൻ പോകുന്നത് കേട്ടു. അതെ, വിൽക്കാണ്. അത് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? അത് വിൽക്കുന്നതിനോടൊപ്പം പുതിയൊരെണ്ണം വാങ്ങുന്നുണ്ട്. An ultra modern bungalow. എല്ലാരും ജോലിയൊന്നും നിർത്തിക്കേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു സാഡ് ന്യൂസാ. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിക്കുമെന്ന വിശ്വാസത്തോടെ എല്ലാവരും ഈ കാര്യമൊന്നും കേൾക്കണം. ചേച്ചി ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. അതായത് നമ്മുടെ സ്റ്റിച്ചിങ് കമ്പനി മറ്റൊരു മാനേജ്മെന്റ് ടേക്ക് ഓവർ ചെയ്തു. വിദേശത്തു നിന്ന് വന്ന മലയാളിയായ ഒരു കോടീശ്വരൻ അയാളുടെ RR എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനിയുമായി ലയിപ്പിക്കാൻ നമ്മുടെ മുതലാളിയോട് ഇത് വിലയ്ക്ക് വാങ്ങി. ചതിച്ചോ ദൈവമേ. ഇത്രയും വലിയ കമ്പനിയുമായി നമ്മുടെ കമ്പനിയെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ കാര്യത്തിന് ഇനിയൊരു പ്രതീക്ഷയും വേണ്ട. അവരവിടെ ഡിസൈനിങ് പഠിച്ച വളരെ എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാവരുടെയും എന്റെയും ജോലി പോകാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റ് എന്നെ അറിയിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളെക്കാൾ കഷ്ടമാ എന്റെ സ്ഥിതി. അപ്പോ എന്റെ സ്ഥിതിയോ? എത്രേ? 200. കയറുക. കണ്ടിട്ട് നല്ല അടിപൊളി പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വെറും ആപ്പൂപ്പകളൊന്നുമല്ല, വലിയ വലിയ ബിസിനസ്സുകാരാ. അത് ഓർമ്മ വേണം. മനസ്സുകൊണ്ട് അവരൊക്കെ കച്ചവടക്കാരാണെങ്കിലും വേഷം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവർ വളരെ മാന്യത പുലർത്തുന്നവരാ. അതുകൊണ്ട് നിന്റെ തനി സ്വഭാവം ഇവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് നിന്നോളണം. വാങ്ങിട്. വാ മോളെ.